സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗമനകാലത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നലെയൊക്കെ ചിന്തിച്ചതുപോലെ വീണ്ടും ഒരു ആരാധനാ വർഷം, ഒരു വർഷം കൂടി നമ്മുടെ മുമ്പിലേക്ക്. ഈശോ പറഞ്ഞ ഉപമയിൽ കായൊന്നും മരങ്ങൾ ഒരു ഫലവും പുറപ്പെടുവിക്കാതെ നിൽക്കുന്ന ഒരു മരം കണ്ടിട്ട് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, ഈ മരം എന്തിനാണ് ഇവിടെ, ഈ സ്ഥലം ഇങ്ങനെ വെറുതെ, മറ്റൊരു നല്ല മരം നട്ടാൽ കായുണ്ടാകും, അതുകൊണ്ട് ഈ കായ ഉണ്ടാകാത്ത മരം അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാൻ പറയുന്നു. നമ്മുടെയൊക്കെ ജീവിതമാണത്. കായ് എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ കായ് അല്ലെങ്കിൽ ഫലങ്ങൾ പോലെ നമ്മളുടെ ആത്മാവിൽ നമ്മൾ മാനുഷികമായ അനേക ഫലങ്ങൾ പുറപ്പെടുവിച്ചവരാണ് ഈ ഭൂമിയിൽ. പ്രയോജനമില്ലാത്ത ഫലങ്ങൾ, അല്ലെങ്കിൽ ഈശോ പറഞ്ഞില്ലേ ഞെരിഞ്ഞിൽ പഴങ്ങൾ, അല്ലെങ്കിൽ മുള്ളുണ്ടാകുന്ന നല്ല ഫലം കായ്ക്കുന്ന അത്തിമരത്തെക്കുറിച്ചാണ് ഈശോ ഇഷ്ടമുള്ള രീതിയിൽ പറയുക. ബാക്കിയെല്ലാം മുൾച്ചെടികളും അത്തിമരവും രണ്ടും വ്യത്യാസം ഈശോ പറയുന്നുണ്ട്. മുൾച്ചെടികളും അറിയാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ്, അടുത്ത് ചെന്നാൽ അപകടമാണ്, അതിനകത്തങ്ങാണ് വീണുപോയാൽ തീർന്നു. നമ്മളുടെ ജീവിതം ഈ ഭൂമിയിൽ മുള്ളുള്ളവരാണോ നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് മുറിവ് കൊടുക്കുന്നവരാണോ, അത് മറ്റുള്ളവർക്ക് അത്തിപ്പഴം പോലെ അവരുടെ കാലത്ത് അത്തിപ്പഴം, നമുക്കിവിടെ മാങ്ങാപ്പഴമോ എന്തെങ്കിലുമൊക്കെ പറയാം, അതുപോലെ നമ്മളിലൂടെ ഫലം ആസ്വദിച്ചുകൊണ്ട് ആനന്ദിക്കുന്നവരായി മറ്റുള്ളവർ തീരുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തിന് അവകാശികളാകുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മളുടെ ചില ധാരണകൾ, നമുക്കെല്ലാം ചില ധാരണകളുണ്ട്, ഇങ്ങനെ ചെയ്താലെല്ലാം ശരിയാകും അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടുപഠിച്ചതുകൊണ്ട് എല്ലാവരും ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ആ ഒരു മേഖലയാണ്, ആത്മീയ ജ്ഞാനം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന് നമ്മൾ ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കണം. നമ്മൾ ക്രിസ്ത്യാനിയാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ പടിയതാണ്. ഒന്നാമത് നമ്മൾ വിശ്വാസപ്രമാണം ഏറ്റവും വലിയപ്പോൾ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണോ? അല്ല. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് മനുഷ്യരുടെ ഉള്ളിലേക്കാണ്. വേണ്ട പരിശുദ്ധ അമ്മ ഉൾപ്പെടെ 120 പേരുടെ ഉള്ളിലേക്ക് തീജ്വാലയായിട്ട് വന്ന് നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇന്ന് തിരുസഭ എന്ന് പറയുമ്പോൾ, അന്നാണ് തിരുസഭ ഉണ്ടായത് നമുക്കറിയാം. പെന്തക്കോസ്ത് നാളിൽ നാം തിരുസഭയിലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ്. അല്ലെ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ എന്നാണ്. തിരുസഭയിലായിരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് പോയി. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കുന്നു, പള്ളിക്ക് വേണ്ട പിരിവൊക്കെ കൊടുക്കുന്നു, പറ്റുന്ന പോലെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു, പള്ളിയിൽ ഏതെങ്കിലും കമ്മിറ്റിയിലൊക്കെ അംഗമായിരിക്കുന്നു. ഇങ്ങനെയൊരു കാഴ്ചപ്പാടിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥമായി നമ്മൾ സഭയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ മാത്രമാണ്. ഇന്നത്തെ പ്രശ്നം അതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലില്ലാതെ വെളിപാടിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും എന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു കുഴപ്പമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ സഭയിലായിരിക്കുക എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. കാരണം കർത്താവിൻ്റെ ശരീരമായ സഭയെ പീഡിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്കറിയാം ദുഷ്ടാത്മാവ് കുടിയേറും. ഇപ്പൊ സഭയിൽ ദുഷ്ടാത്മാവുള്ളവരാണെങ്കിൽ സഭയെ പീഡിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറും. കുടുംബത്തിലുള്ളവർക്കും അപകടം ഉണ്ടാക്കുന്നവരായിട്ട് മാറും. വരും തലമുറയിലേക്ക് തിന്മയുടെ സ്വാധീനം കൈമാറുന്നവരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ആഗമന കാലത്തേക്ക് പ്രവേശിക്കുക വീണ്ടും നമ്മളെ ഒന്നുകൂടെ ചിന്തിക്കുകയാണ്, എന്താണ് നമുക്ക് വന്ന കുറവുകൾ. കഴിഞ്ഞ ഒരു വർഷം കൂടി നമ്മൾ ആലോചനയിൽ കടന്നുപോയി ദൈവരാജ്യത്തിൽ. ഇനി ഈ വർഷം കൂടി നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ, എന്താണ് ഞാനിനി ചെയ്യേണ്ടത്. ധനികനായ യുവാവ് ഒരിക്കൽ
ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാം എന്താണ് രക്ഷപ്പെടാൻ, ദൈവരാജ്യം അവകാശമാക്കാൻ എന്താണ് ചെയ്യും? എന്താ കൽപ്പനകളൊക്കെ പാലിക്കാം, എല്ലാ കൽപ്പനകളും പാലിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. അവൻ സത്യമാണ് പറഞ്ഞത്. അവനെ കണ്ടപ്പോൾ യേശു സന്തോഷിച്ചു. കാരണം ചെറുപ്പം മുതലേ ഇവയെല്ലാം പാലിക്കും. നമ്മളും അങ്ങനെയല്ല, ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും സഭയിൽ ചെയ്തു നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആ ചെറുപ്പക്കാരൻ നമ്മളായിരുന്നെങ്കിൽ യേശു പറയാണ്, മകനെ മകളെ, നിനക്ക് ഒരു കുറവുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഒടുവിലാണിപ്പോൾ യേശു കാണുന്നത്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഏറ്റവും പ്രധാനമായത് നമ്മുടെ കാഴ്ചപ്പാട് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ്. നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റു പലതുമാണ്. ആ ധനികനായ യുവാവിൻ്റെ ചിന്ത ഏറ്റവും വലിയ ധനികനായിരിക്കും, എന്നാലാണ് അംഗീകാരം കിട്ടുക, മറ്റുള്ളവരെ തന്നെ അനുസരിക്കുക, മറ്റുള്ളവരെ തൻ്റെ കീഴിൽ വന്നിക്കുക. അതൊക്കെ പണമുള്ളപ്പോൾ ധനവാനായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അവൻ ധനവാനാകാൻ ഇഷ്ടപ്പെടും. ധനവാനായിരുന്നു, പക്ഷെ ദൈവരാജ്യത്തിലാകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ എല്ലാ കൽപ്പനകളും പാലിക്കുന്നുണ്ട്. അതാണ് ആ കൽപ്പനകളൊക്കെ പാലിച്ചിട്ടും അവൻ ദൈവരാജ്യത്തിലല്ല. അവിടെയാണ് കുഴപ്പം. അപ്പോൾ യേശു അവനെ സൂക്ഷിച്ച് നോക്കി, അവൻ്റെ ഉള്ളിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നമ്മളും അങ്ങനെയാണ്. ഇന്ന് ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ഹ്യൂസ്റ്റണിൽ നിന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പുഷ്പങ്ങൾ ഓർപ്പിച്ചതാണ്, യേശുവിനോട് കൂടുതലായിട്ടൊന്ന് അടുക്കാൻ, എന്താണ് അവൻ എന്നോട് പറയുന്നതെന്ന് കേൾക്കാൻ, എന്താണ് ഞാനിനി എന്നിൽ മാറ്റം വരുത്തേണ്ടതെന്ന് ചിന്തിക്കാനും, ആത്മാർത്ഥമായിട്ട് അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു അറിവിൽ അവനെ തിരിച്ച് സ്നേഹിക്കാൻ. ചുമ്മാതെ ചടങ്ങ് പോലെയല്ല, അവൻ എനിക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. എല്ലാ രീതിയിൽ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ആ രോഗങ്ങളൊക്കെ അവൻ്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്താണ്. ഓർക്കണം, ചുമ്മാതൊന്നുമല്ല. നമുക്കൊരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരത്തിൽ അത് മുറിവായി സഹിച്ചത് കൊണ്ടാണ് നമുക്ക് സൗഖ്യം. ഈ സൗഖ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നും കിട്ടുന്നില്ല, അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുന്നൊന്നല്ല. യെശയ്യായുടെ പ്രവചനം യെശയ്യാ 54, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം, അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം. അതെ, യേശുക്രിസ്തുവിലൂടെയാണ് സൗഖ്യം. കാരണം എന്താ? അവൻ മുറിവേറ്റതുകൊണ്ടാണ്. ഈ യേശയ്യായിലൂടെ കർത്താവോട് പ്രവചനമാണ് നമ്മൾ ഒന്നാമത്തെ ചിന്തിക്കാൻ പോകും. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലൊക്കെ പ്രവാചകന്മാർക്ക് അല്ലേ, ഈ മരുഭൂമിയിലൂടെ ഇസ്രായേൽ മക്കളെ നയിക്കുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്നും അവരോട് ദൈവമായ കർത്താവ് പുറപ്പാട് 15 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എല്ലാ സൗഖ്യവും, എല്ലാ ആരോഗ്യവും, എല്ലാ നന്മയും സമൃദ്ധിയും ഒക്കെ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. കാരണം സാത്താൻ നമ്മളെ എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഒന്നും നേരെയാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം പരിശുദ്ധാത്മാവ്, ദുഷ്ടാത്മാവാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ പുഷ്പയിൽ നിന്ന് കേട്ട പോലെ ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. അപ്പം നമ്മൾ ഇന്നലെ എന്താണെന്ന് ചോദിക്കാം. ഇന്നലെ നമ്മൾ ഏറ്റവും കുഴപ്പമുണ്ടാക്കിയവരായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നലെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ പോലും ഈ പ്രഭാതത്തിൽ ദൈവം അത് മറന്നിട്ട് ഒരു പുതിയ ദിവസം കൂടി നമുക്ക് തരികയാണ്. ഒന്നുകൂടി ദൈവത്തിൻ്റെ കരുണയിൽ ഇന്നലെ നമ്മൾ ചെയ്ത കുഴപ്പങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളോട് കരുണ കാണിച്ചുകൊണ്ട്, നമ്മൾ ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളോട് കരുണ കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നമ്മളിലുള്ള നമ്മുടെ ആത്മാവ് അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പം നമ്മുടെ ആത്മാവ് പട്ടിണി കിടക്കുക. ഇന്നലെ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ദൈവം നോക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയിലൂടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ സ്നേഹിക്കുന്ന ദൈവം, പാപിയെ സ്നേഹിക്കുന്ന ദൈവം, ശരീരവും മനസ്സും എല്ലാം പാപത്തിലായിരിക്കുമ്പോഴും ഉള്ളിലുള്ള ആത്മാവിനെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം പ്രഭാതം തോറും നമുക്ക് നമ്മളുടെ പ്രവൃത്തികളെയോ വാക്കുകളെയോ നോക്കാതെ നമ്മുടെ ആത്മാവിനെ നമ്മളെ അമ്മ കുഞ്ഞിനെ പാല് കൊടുക്കുന്നത് പോലെ നമ്മുടെ ദൈവം ഓരോ പ്രഭാതത്തിലും നമ്മളെ തൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. നമ്മളത് അറിയണം.
നമ്മളത് അറിയണം. അപ്പം ആ ഒരു സ്നേഹം നാം എവിടെ എത്ര നാളല്ലേ, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദൈവത്തെ അറിയാതെ എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചവരാണ് നമ്മൾ. ദൈവത്തെ അറിയാതെ ലോകത്തിൻ്റെ ജഡികതയിലും പാപത്തിലും ഒക്കെ ജീവിച്ച് മറ്റുള്ളവർ എത്രയോ പേര് വെറുത്ത് വിദ്വേഷവും വാശിയും വൈരാഗ്യവുമായി നടന്നപ്പോൾ നമ്മളെ സാത്താൻ കീഴ്പ്പെടുത്തി നമ്മളെ സിംഹം മാനിനെ അടിച്ചു വീഴ്ത്തുമ്പോൾ നമ്മളെ അടിച്ചു വീഴ്ത്താൻ സാധ്യതയുണ്ടായിരുന്ന ആ കാലത്തും ദൈവം നമ്മളെ പരിപാലിച്ച്, എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും കുഴപ്പമില്ലാതെ നന്നായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന അതിനുവേണ്ടി അങ്ങ് നൽകിയ സംരക്ഷണത്തെ ഓർത്ത് എൻ്റെ ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പണ്ടേ നശിക്കേണ്ടതായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും കൊണ്ട് പരിപാലിച്ചു. ആ ദൈവം നമ്മളെ മുഖം നോക്കാതെ ഓരോ പ്രഭാതത്തിലും നമ്മളെ തൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം. നമ്മൾ ആ ഒരു ദൈവത്തെയാണ് അറിയുന്നത്. അപ്പം അത് നമ്മൾ അറിയുന്ന ഒരു അറിവ്, ആ ഒരു പുതിയ അറിവ്, അതായത് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ജെറമ്യാ പറഞ്ഞില്ല 29 നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഏറ്റവും മനോഹരമായൊരു പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അങ്ങനെ പദ്ധതിയുള്ളതാണ് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾ ആ പദ്ധതിയിലൂടെ പോവുക. നമ്മൾ പറയുന്നതാണ്, നമ്മൾ ക്രമേണ അല്ലെ, നമ്മുടെയൊക്കെ എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ കാണുന്നത്, ചുമ്മാ ഒന്നും ദൈവത്തെ അറിയാനുള്ള ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ, ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൻ്റെ ഭാരങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ സഹനം കടന്നുപോയപ്പോൾ നമ്മളുടെ ശക്തി കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് വന്നപ്പോൾ, അപ്പോഴാണ് പൂർണ്ണമായും ദൈവത്തിന് തിരുമുമ്പിൽ അടിയറ വയ്ക്കാൻ, കരയാൻ, നിലവിളിക്കാൻ, ദൈവമേ നീ അല്ലാതെ വേറെ രക്ഷയില്ല, നിന്നിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് ഡോക്ടർമാർ ഉപേക്ഷിച്ചു, അല്ലേ, ലോകം ഉപേക്ഷിച്ചു. എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഒറ്റപ്പെട്ടു. എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞു. അവരുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ രഹസ്യമായി നമ്മളെ കുറ്റം പറഞ്ഞു, പരസ്യമായിട്ടൊക്കെ നന്നായിട്ട് കുഴപ്പമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് അവരൊക്കെ പലരും പറഞ്ഞു. അപ്പം അതെല്ലാം നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ദൈവം കേട്ടു. ആ ദൈവം നമ്മളെ കൈവിട്ടില്ല. ദൈവം നമ്മളെ കൈവിടില്ല. നമ്മൾ അറിയണം, ആണ് ആ ദൈവം, അല്ലേ, കാത്തിരുന്ന ദൈവം നമ്മളെ നിങ്ങളെന്നെ വിളിച്ച് അപേക്ഷിക്കും. ജെറമ്യാ 29:12 നിങ്ങളെന്നെ വിളിച്ച് അപേക്ഷിക്കും. പലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപേക്ഷിക്കുന്നവൻ തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ. അപേക്ഷിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വിളിച്ചെന്ന് പറഞ്ഞാൽ നിലവിളിച്ചെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നിലമറന്ന്, ഞാൻ വലിയ ആളാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ കൈയൊന്നും പൊക്കത്തില്ല, അല്ലെ കൈ കൊട്ടത്തില്ല, എനിക്ക് പതുക്കെ എന്തിനായി ഒച്ചയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നത്, പരസ്യം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുറിക്കുള്ളിൽ കയറി കഥകടച്ചെന്ന് രഹസ്യമായി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ, ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് ഒരു വഴിയതാണ്. നമ്മൾ ദൈവത്തെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും മറ്റുള്ള മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുമ്പോൾ, അതുകൊണ്ട് പ്രിയമുള്ളവരെയും അടുക്കൽ വന്ന് നിലമറന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, അപ്പോൾ നിങ്ങളെന്നെ വിളിച്ച് അപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ദൈവത്തോട് കൂടുതൽ അടുക്കും എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ വഴികളൊക്കെ ഉപേക്ഷിക്കും. ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും മദ്യവും കഴിച്ച് കള്ളും കുടിച്ച് തോന്നിവാസം കണ്ട് ആദ്യം ഇതും കാണിച്ച് എല്ലാ വൃത്തികേടും കാണിച്ച് നടക്കുകയാണെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് അടുക്കാൻ, ദൈവവചനം പാലിക്കാൻ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കൂടുതലായിട്ട് അന്വേഷിക്കും. എൻ്റെ ദൈവമേ എന്താ പറ്റിയത്? അവിടെയാണ് എന്ന് പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ജഡിക അഭിലാഷങ്ങളും മറ്റുള്ള ലോകത്തിൻ്റെ തോന്നിവാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ആഗ്രഹം അതല്ലേ. പലപ്പോഴും നമ്മളുടെ ഈ ദുരാശകളുണ്ടല്ലോ, അതുപോലെ നമ്മളുടെ ഈ കുഴപ്പങ്ങളുള്ള ദുശീലങ്ങൾ അവരോട് ചോദിച്ചാൽ അവരോട് ഏറ്റവും വലിയ ആശ അതാണ്, ഇന്ന് അല്പം ഒന്ന് കുടിക്കാൻ കിട്ടണം, അല്പം ഒന്ന് ഡ്രഗ് എടുക്കണം. ഇത് മനുഷ്യമാരും കുറ്റം പറയല്ല, അങ്ങനെ ആയിപ്പോയി. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പള്ളിയിൽ പോകണം, എനിക്ക് അല്പം ഒന്ന് കുടിക്കണം രാവിലെ, ഇല്ല എൻ്റെ ശരീരം വിറയ്ക്കും. അവിടെ ഏറ്റവും വലിയ ആശയം അതാണ്. ഒന്നാം സ്ഥാനത്ത് ദൈവം നിൽക്കേണ്ടതെന്ന് ഇപ്പം ദുരാത്മാക്കൾ കീഴ്പ്പെടുത്തിയിട്ട് പറയുകയാണ്, അല്പം കുടിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ എനിക്ക് ശക്തിയില്ലെന്ന് തോന്നുവാണ്. ഇത് തിന്മയുടെ ഒരു സ്വാധീനമാണ്. നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവെന്ന് റോമർ 8 പൗലോസ് പറഞ്ഞ ഒരു മേഖലയാണ്. ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത, അതൊരു അടിമത്തമാണ്.
എന്നാൽ അവിടെ ഈശോ പറയാണ്, പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവമേ, നീയാണ് എനിക്ക് സർവ്വം, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ കോട്ട, എൻ്റെ സഹായവും എൻ്റെ അഭയശിലയും രക്ഷാദുർഗവും നീയാണെന്ന് ദാവീദ് പറഞ്ഞ പോലെ, ദൈവമേ ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. ലോകത്തിൻ്റെ സമ്പത്തിലോ ഡോക്ടർമാർ എനിക്കുള്ളതോ, എനിക്ക് ഏറ്റവും പ്രശസ്തമായ വക്കീലുള്ളതോ, എനിക്ക് ഏറ്റവും പ്രശസ്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ളതോ, എനിക്ക് അനേകരുടെ സഹായത്തിനുള്ളതോ കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണെന്ന് കർത്താവ് അരുളിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഒരു മേഖല. ഈ ലോകത്തെല്ലാം ഉണ്ടെങ്കിലും ദൈവമേ നീ നിന്നിലൂടെ മാത്രമാണ് എനിക്ക് അനുഗ്രഹം എന്നുള്ളൊരു പൂർണ്ണമായൊരു ബോധ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ്. പല പ്രശ്നം എന്താ? രോഗമായിരിക്കാം, ക്യാൻസർ ആയിരിക്കും, ഡോക്ടർമാർ ഉപേക്ഷിച്ചു, സാമ്പത്തിക പരാധീനതയായിരിക്കും, ഒരു രക്ഷയില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ലോകത്തിൽ മൊത്തം. എന്നിട്ട് ആരോ പറഞ്ഞു, ലോകത്തിൽ മൊത്തം സാമ്പത്തിക മാന്യതയാണ്, ആരുടെയും കയ്യിൽ കാശില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സ്നേഹം കാശിന് വേണ്ടി അടിപിടിയാണ്. കാശില്ലാത്തതുകൊണ്ട് ഇപ്പോൾ സ്നേഹമൊന്നുമില്ല, കാശ് കിട്ടണം എങ്ങനെയും. കാരണം നമ്മുടെ ആഡംബര ജീവിതങ്ങൾ, നമ്മുടെ പഴയകാല സ്റ്റാൻഡേർഡ് നിലനിർത്തലങ്ങൾ ഇപ്പോഴത്തെ കാശ് പോരാ. അതുകൊണ്ട് ഇല്ലേ, കേരളത്തിലേക്കൊക്കെ നോക്കിയാൽ അനേകം വീടുകളൊക്കെ ഇല്ലേ, പറഞ്ഞ അമേരിക്കയിലും അല്ലെ ഗൾഫിലൊക്കെ വീടൊക്കെ പൂട്ടിയിട്ട് പോയിരിക്കുന്നവരുടെ വീടുകളൊക്കെ കുത്തി തുറക്കുന്നു, മോഷ്ടിക്കുന്നു, ഒരു ചിന്തയില്ല. ആ കുഴപ്പമില്ല, അവർക്കുണ്ട്, എനിക്ക് വേണം. അപ്പൊ കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കാലത്തേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിന്മയുടെ ഒരു കാലഘട്ടമാണ്. ഓക്കെ, അവിടെയാണ് ഇനി പറഞ്ഞു വരുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ടുള്ള ഒരു ബോധ്യം. എൻ്റെ ദൈവമേ, ഒരു കരുണ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമെന്ന് പറയാനുള്ള ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ ആഗമന കാലത്ത് കടക്കുമ്പോൾ, ഈ പുതിയ ആരാധന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചോദിക്കുക. എന്നത്തെ ഒന്നാമത്തെ വായന ഓർപ്പിച്ച പോലെ ഒന്നാമത്തെ വായന ഏശയ്യായുടെ പ്രവചനമാണ്. അതായത് അവിടെ പറയുന്ന ഒന്നിനോട് ഏശയ്യ 11 പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അവിടെ ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു. ജസ്സ ദാവീദിന്റെ അപ്പനാണ്. അപ്പൊ ദാവീദിന്റെ ഗോത്രത്തിൽ വന്നു പിറന്ന യേശു. അപ്പൊ ജസ്സയുടെ പുത്രനായ ദാവീദിൽ ജനിച്ച യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യെശയ്യാ 11 പറയുക. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന്, അതായത് അവന്റെ വേരെന്ന് പറയുമ്പോൾ ദാവീദിന്റെ ദാവീദിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളർക്കും. ദാവീദിന്റെ പുത്രനായ യേശുവെ അന്ധനായ മനുഷ്യൻ വിളിച്ചതുകൊണ്ടാണ്. അവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ ദാനങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതാണ് റെഫറൻസ് സാധാരണ എടുക്കുക. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലെ ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ദൈവഭയം, ദൈവഭക്തി, ദൈവസ്നേഹം, ഇത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇവിടെയാണ് അത് പറഞ്ഞിരിക്കുക. അതായത് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുക, അവൻ വരും എന്നിട്ട് പറയണ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. യേശുവിനെ കുറിച്ചാണ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെ ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെ ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും, ദൈവത്തിൽ ആനന്ദിക്കുക. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണെന്ന് റോമർ 14:17 പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോഴാണ് എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ ഒരു ഹോപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. സാരമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് കടന്നു പോകുന്നൊരു താൽക്കാലിക പ്രശ്നമാണ് എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നൽകുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ ദുഷ്ടാരൂപിയാണെങ്കിൽ നമ്മളെ ഭയപ്പെടുന്നത് തീർന്നു, എല്ലാം തീർന്നു. ആപ്പാടെ നമ്മൾ പൊട്ടിത്തെറിക്കും. ആപ്പാടെ വീട്ടിൽ പ്രശ്നം, ജോലി പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, എല്ലാം എവിടെ വന്നാലും പ്രശ്നം തീർന്നു, സകലത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. കാരണം എന്താ? ഒരു പ്രത്യാശയില്ല. ആപ്പാടെ തകർന്ന് നിരാശയാണ് ഉള്ളിൽ ദുഷ്ടാരൂപി കൊണ്ട് വെക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് ഈ പ്രത്യാശ നൽകുന്ന പ്രിയമുള്ളവർ. റോമർ 5 പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രത്യാശ നൽകുന്നു. അതെ, യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. എന്നിട്ട് പറയാണ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും എന്ന് സുവിശേഷത പറഞ്ഞത്. ശിഷ്യന്മാര് 72 പേരെ അയച്ചിട്ട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പല കാര്യങ്ങൾ യേശു നാമത്തിൽ ചെയ്തു അല്ലേ, അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഒരു കാര്യം യെശയ്യാ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യെശയ്യാ 11:3 ഒടുവിൽ പറയാണ്, കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. കണ്ണുകൊണ്ട് കാണണം, ചെവി കൊണ്ട് കേൾക്കണം, പക്ഷെ അതുകൊണ്ട് മാത്രം
വിധി നടത്തുന്നത് എന്ന് പറയുമ്പോൾ ബാഹ്യമായ നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ സത്യം ആണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അവൻ കണ്ണുകൊണ്ട്, നമ്മൾ പറയാറില്ലേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്, അത് സത്യം, ഒരു കുഴപ്പം, ഞാൻ നല്ലേ അല്ലേ, അത് എന്നാൽ സത്യം അതായിരിക്കണമെന്നില്ല. അവിടെയാണ് കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മദൃഷ്ടിയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും അല്ലേ. ഇവിടെ നമ്മൾ പണമുള്ളവരും പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെയാണ് നല്ലതെന്ന് നമ്മൾ പറയുമ്പോൾ യേശു കണ്ടത് പാവപ്പെട്ടവരല്ലേ. മലയിലെ പ്രസംഗം, ദരിദ്രരുടെ കരയുന്നവരെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു യേശുവിൻ്റെ അജണ്ട അവിടെയാണല്ലോ. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും, ആജ്ഞാതയുണ്ട്, പക്ഷെ അവൻ ഭയങ്കര ശക്തനായിരിക്കും. തിന്മയുടെ മേൽ അധികാരമുള്ള സാത്താൻ്റെ തലയെ തകർക്കുന്നവൻ, അവന് ആജ്ഞാതനുണ്ട്, ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ, അതായത് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, വെളിപാട് കാണുന്ന പോലെ ഇരുതല വായത്തലുള്ള വാള് വായിൽ നിന്ന് പുറപ്പെടുന്നവൻ, അവൻ്റെ മൊഴി, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ദുഷ്ടരെ എന്ന് പറയുന്ന മനുഷ്യരെയല്ല, സാത്താനെ നശിപ്പിക്കും, നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവന് അരമുറുക്കും അല്ലെ. ആത്മാവിന്റെ ആയുധങ്ങൾ ധരിക്കാൻ എഫേസ്യസ് 6 പൗലോസ് പറഞ്ഞില്ലേ, സത്യം കൊണ്ട് അരമുറുക്കുക, നീതി കൊണ്ട് അവൻ അരമുറുക്കും, ചെന്നായും ആട്ടിൻകുട്ടിയെ ഒന്നിച്ചു വസിക്കും. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മാനുഷ്യമല്ല, ആത്മീയമായിട്ടാണ്. അതായത് മോശമായുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് വരുന്ന, നമുക്ക് അടുക്കാൻ പറ്റാത്തവർ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ അടുക്കാൻ പറ്റാത്തവരായതെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാ മാറ്റുന്ന ഒരു മാറ്റമുണ്ട്. ഈ സെയിന്റ് അഗസ്റ്റിനാക്കിയതുപോലെ, സാവൂളിനെ പൗലോസ് അപ്പസ്തോലനാക്കിയതുപോലെ അങ്ങനെ അനേകരുണ്ട്. സഭയിലുള്ള എല്ലാ വിശുദ്ധരും അതാണ്. അതായത് ചെന്നായായിരുന്നത് കുഞ്ഞാടായിട്ട് മാറുന്ന ഒരവസ്ഥ. അവിടെ ശിശു ഒരു പാമ്പിൻ്റെ അളയുടെ മുകളിൽ ഒരു കൊച്ചു കുഞ്ഞ് കളിക്കും, ഒരു പേടിയും വേണ്ടെന്ന് എന്ന് പറഞ്ഞാൽ സാത്താന് ഇതിലേക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരവസ്ഥയാണ്. യേശു ക്രിസ്തുവിലൂടെ ദൈവരാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അല്ലേ, ഈ മർക്കോസ് പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതൊരു ഉപദ്രവിക്കില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും, സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇവിടെ ഒരു സർപ്പത്തിന്റെ മുകളിൽ ഒരു ശിശു കളിക്കുമെന്ന്, പാമ്പിനെ കൈകൊണ്ടെടുത്താൽ അത് ഉപദ്രവിക്കുമെന്ന്. ഇത് മാനുഷികമായിട്ടല്ല, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടല്ല, ഇതൊരു ആത്മീയ കാര്യമാണ് ഈശോ പറയുന്നത്. എൻ്റെ വിശുദ്ധ നഗരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നിറവേറേണ്ടതാണ്. അതായത് ലോകമെമ്പാടുമുള്ള സകലരും കേൾക്കാൻ വേണ്ടി വചനം പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. ഈശോ പറഞ്ഞതാണ്. അതായത് ലോകത്തിലുള്ള സകലരും യേശുവിനെ കുറിച്ച് കേൾക്കും, അവന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ ഇടയാകും, എന്നിട്ടാണ് വിധി വരുവുള്ളൂ. കേൾക്കാത്തവർക്ക് എങ്ങനെ വിധി ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാലത്തില്ലേ. യേശുവിനെ കുറിച്ച് കേൾക്കാത്ത എത്രയോ പേർ ഇപ്പോൾ ലോകത്തിലുണ്ട്. ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങൾ ഇന്ന് ഇപ്പോൾ രണ്ടാമത്തെ വരവാണെങ്കിൽ അവർ ഞങ്ങൾ കേട്ടിട്ട് പോലുള്ളൂ ഇതിനെക്കുറിച്ചെന്ന് പറയുന്നു. എല്ലാവരും കേൾക്കാൻ ഇടയാകുന്നൊരു കാലം കഴിഞ്ഞിട്ടായിരിക്കും അന്ത്യവിധി വരിക എന്നാണ് ഈശോ നമ്മൾ ഓർപ്പിക്കുന്നത് തന്നെ. എല്ലാവരുടെയും സാക്ഷ്യത്തിനായി വചനം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാകാതെ ഈശോ പറഞ്ഞത്. സമുദ്രം ഇവിടെ പറയാണ്, ഏഷ്യ 11:9 സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജനങ്ങള്, മനുഷ്യവർഗം മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ആ നാളുകളിൽ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ജോവേല് പറഞ്ഞ ഒരു കാലമുണ്ട്, നമുക്കറിയില്ല എപ്പോഴാണ്, ഇപ്പൊ ഒന്നുമല്ല, ഇപ്പൊ ഇല്ല, നോക്കിയാലില്ല, നമുക്കറിയാം. പക്ഷെ ഒരു കാലം വരുന്നുണ്ട്, പ്രത്യാശയോടി. ആ നാളുകളിൽ സകല ജഡത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അന്ന് ജസ്സയുടെ വേര് എന്ന് പറഞ്ഞാൽ ജസ്സയുടെ മകനായ ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന യേശു ക്രിസ്തു ജനങ്ങൾക്കൊരു അടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും, അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും. ഇന്നലെ ചിന്തിച്ച ഭവനം, അതായത് യേശു വസിക്കുന്ന ആലയമാണ് നമ്മൾ അനുഗ്രഹം. ഇവിടെ നമ്മൾ വലിയൊരു മേഖലയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ. ഈ ദാവീദിനെ നമുക്കറിയാം തിരഞ്ഞെടുക്കുവാനായിട്ട് സാമുവേൽ പ്രവാചകനെ ദൈവം അയച്ചപ്പോൾ ജസ്സയുടെ അടുത്ത് 1 സാമുവേൽ 16 ജസ്സയുടെ കാര്യം പറയുക. ബേത്ലഹേംകാരനായ ജസ്സയുടെ അടുക്കിലേക്ക് സാമുവേലിനെ ദൈവം അയച്ചു. എന്നിട്ട് പറഞ്ഞത്, അവന്റെ ഒരു മകന് ഞാൻ രാജാവ് നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 8 മക്കളാണ് ഈ ജസ്സയ്ക്കുള്ളത്. 7 മക്കൾ അവിടെ ഉണ്ടായിരുന്നു.
ഏറ്റവും മൂത്തവനെ കണ്ടപ്പോൾ ഈ സാമുവേൽ പ്രവാചകൻ വിചാരിച്ചു ഇവന് നല്ല ആരോഗ്യമുണ്ട്, നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, രാജാവാകാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് ബാഹ്യമായിട്ട് ചിന്തിച്ചു. എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞൊരു വാക്ക്, നമ്മളുടെ ജീവിതത്തിൽ ഇത് ഈ പുതിയ വർഷത്തിൽ കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ നല്ലതാണ്, അതൊക്കെ വേണം. നമ്മുടെ എന്താ വെച്ചാൽ പാരമ്പര്യവും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ അതിലൂടെ നമ്മളെ കൂടുതൽ ദൈവകൃപയിലേക്ക് നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കാര്യം ഈശോ പറഞ്ഞാണ്, സോളമൻ അല്ലെങ്കിൽ ഈ സാമുവേൽ കണ്ടപ്പോൾ ഈ മൂത്തവനാണ് രാജാവാകാൻ. പക്ഷേ കർത്താവ് എന്ത് പറഞ്ഞതെന്നറിയാം? 1 സാമുവേൽ 16:7 പറയേണ്ട ഒടുവില്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. നമ്മുടെ ഉള്ളമാണ് ദൈവങ്ങൾ, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലിരിപ്പ് അല്ലേ. ബാഹ്യമായിട്ട് നല്ലതായിട്ട് നമുക്ക് അഭിനയിക്കാം, നമ്മുടെ ഉള്ളിലിരിപ്പ് കാണുന്നത് ദൈവമാണ്. ദൈവത്തിന് നമ്മുടെ ഉള്ളിലിരിപ്പ് കാണാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരെയും 7 പേര് നോക്കിയിട്ട് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാമുവേൽ നീ ഉണ്ടോ? പറഞ്ഞു ഒരുത്തനുണ്ട്, അവൻ ആടിനെ മേച്ച് നടക്കണം, അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വന്നപ്പോൾ അവൻ കർത്താവ്, ഇവനാണ് ദാവീദിൽ തനിക്ക് ചേർന്ന ഒരു ഹൃദയത്തെ ദൈവം കണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആഗമനം കടന്നുമ്പോൾ നമ്മുടെ ഉള്ളില് യേശു പിറക്കാൻ അന്ന് ആ സത്രത്തിന് ഇടം കിട്ടിയില്ലല്ലേ. ഇത് ആത്മാവായിട്ട് അവൻ മുട്ടി വിളിക്കുകയാണ്. വെളിപാട് 3 കണ്ടാലും ഞാനിതാ വാതിക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിക്കും. അന്ന് ബേത്ലഹേമിലെ എല്ലാ സത്രത്തിലും മുട്ടി വിളിച്ചിട്ട് ഇടം കിട്ടിയില്ല, സാരമില്ല, അത് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് അവൻ നമ്മുടെ ഹൃദയവാതിൽ, ഈ ആഗമന കാലത്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയവാതിൽ പരിശുദ്ധാത്മാ മുട്ടി വിളിക്കുകയാണ്. തിരുസഭയിൽ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ നമ്മുടെ പ്രവൃത്തി മൂലം നമ്മുടെ പുറത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹൃദയവാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് അനുതാപത്തോടെ മാനസാന്തരപ്പെടാനായിട്ടുള്ളൊരു ആഹ്വാനം പറയുന്നത് ഇവിടെ. അതായത് ഇന്നത്തെ ഈ 1-ാമത്തെ വായന അതാണ്, കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ മാറ്റം വരണം. നമ്മൾ ചുമ്മാ പറയാം, ഞാൻ കണ്ടതല്ലേ, അല്ലേ എടാ, ഞാൻ കണ്ടതാ കേട്ടോ, ആ പാട്ട് ശരിയല്ല, അവനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിരിക്കുന്നു, അല്ലെ അവളെക്കുറിച്ച് ഇങ്ങനെ കേട്ടിരിക്കുന്നു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതല്ലേ, അവർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, അവർ പറയുന്നതല്ലേ, അത് ഞാൻ കേട്ടതല്ലേ. പ്രിയമുള്ളവരെ, അതല്ല, അത് സത്യമായിരിക്കണമെന്നില്ല. അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം, അവിടെയാണ് നമുക്ക് ക്ഷമ ആവശ്യം, അവിടെയാണ് നമുക്ക് സഹിഷ്ണുത ആവശ്യം, അവിടെയാണ് നമുക്ക് സഹനം ആവശ്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല, ചെവി കൊണ്ട് കേൾക്കുന്നതല്ല, ദൈവം അതിനപ്പുറം തരുന്ന ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഒന്നാമത്താണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെയാണ് യേശു എല്ലാം കണ്ടത്. തൻ്റെ അടുക്കിലേക്ക് വന്ന കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയെ അവർ കണ്ടപ്പോൾ ഇവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊള്ളണം മോശ പറഞ്ഞിരിക്കുന്നത്. അവരാരും മടിച്ചില്ല, വലിച്ചൊഴിച്ചുകൊണ്ട് മുടിക്കുത്തിരി പിടിച്ച് വലിച്ചൊഴിച്ചുകൊണ്ട് നിലത്തോടെ യേശുവിന് മുമ്പ് കൊണ്ടിട്ടു. ഇത് പറഞ്ഞു, ഇവളെ ഞങ്ങൾ കണ്ടതാവട്ടോ, ഉള്ളൊരുത്തിൻ്റെ കൂടെ പോകുന്ന കണ്ടതാണ്, പിടിച്ചതാണ് ഞങ്ങൾ. ഇവളെ കല്ലെറിഞ്ഞു വന്ന മോശ പറഞ്ഞിരിക്കുന്നത് എന്താ? യേശു അവളുടെ ഹൃദയം കണ്ടുപോയി. യേശു എൻ്റെയും നിങ്ങളുടെ ഹൃദയം കാണുന്ന ഒരു ദൈവമാണ്, നമ്മുടെ ബാഹ്യമായ മറ്റുള്ളവർ പറയുന്നൊന്നുമല്ല. യേശു അവളുടെ ഹൃദയം കണ്ടു. അവള് അങ്ങനെ ആയത് അവളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ആരോ അവളെ അങ്ങനെ ആക്കിയതാണ്. കുഞ്ഞുനാളിൽ വഞ്ചിക്കപ്പെട്ടു, പ്രായം ഒന്നും ഓർമ്മയിൽ അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അവൾ വഞ്ചിക്കപ്പെട്ടു. പിന്നെ അവൾക്ക് അറിയില്ല ഇങ്ങനെയാണ് ജീവിതം. മുമ്പോട്ടൊരു വേശ്യയായിട്ട് അവൾ മാറി, അവളുടെ ജീവിതം അങ്ങനായിട്ട് മാറി. അവളുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ നിലവിളി യേശു കേട്ടു. ബാഹ്യമായ രൂപത്തിൽ മനുഷ്യ ശ്രദ്ധിക്കുന്നു, എന്നാൽ ആന്തരിക ഭാവത്തിൽ അറിയുന്ന ദൈവം ആ വേശ്യയായ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്ന അവളുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഈശോ കണ്ടു. ഈശോ നിലത്തിരുന്നുകൊണ്ട് എഴുതിയിട്ട് എന്താ, ഇവരുടെ എല്ലാം ഈ വന്നവരെല്ലാം അതിനേക്കാളും പാപികളാണ്. യേശു ആ കല്ലലൊക്കെ യേശു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. ഉള്ളമറിയുന്ന യേശുവിനറിയും ഇവർക്കെല്ലാം ഇവളെക്കാളും കൂടുതൽ പാപമുണ്ട്. യേശുവിന്റെ വചനം, അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. അവന്റെ ആ വാക്ക് അവരുടെ ഉള്ളിലേക്ക് തുളച്ച്, ചുമ്മാ വാക്കല്ല, ദൈവത്തിന്റെ വചനമാണ്. അത് ഉള്ളിലേക്ക് കയറിയപ്പോൾ അവരുടെ ഉള്ളിൽ അനുതാപം ഉണ്ടായി. അവർ പറഞ്ഞു, അയ്യോ ഞാനോ, എൻ്റെ ദൈവമേ, ഞാൻ എന്തുമാത്രം പാപം ചെയ്യണം. അവർ ഒന്നും പറഞ്ഞില്ല. അവിടെ കല്ലുകളൊക്കെ ഓരോരുത്തരായിട്ട്, ഏറ്റവും പ്രായമുള്ളവർ തുടങ്ങി ചെറുപ്പക്കാർ വരെ ഓരോരുത്തരായിട്ട് കല്ലുകൾ താഴെയിട്ട് എല്ലാവരും പോയി. അവരെല്ലാവരും ഇവളെക്കാളും പാവികളായിരുന്നു. പക്ഷെ അവരത് അറിഞ്ഞില്ല. ബാഹ്യമായ നല്ല മോടിയായ വസ്ത്രം ധരിച്ച് സുമുഖരായി നടന്നിരുന്ന അവരുടെ ഉള്ളം
ഒരുമാതിരി ശവക്കുഴി പോലായിരുന്നു. യേശു തിരിച്ചറിഞ്ഞപ്പോൾ അനുതാപത്തിൽ കൽപ്പിച്ചപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ മേഖല അവർക്ക് വെളിപ്പെട്ടൊരു കല്ലുതായിട്ട് ആരുമില്ല. യേശുവും അവളും മാത്രമെന്ന വചനം പറയുന്നത്. യേശുവോട് സ്ത്രീ അവരൊക്കെ എവിടെ, ആരും നിന്നെ വിധിക്കുന്നില്ല. അവൾ ഭയപ്പെട്ട് എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ അവൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ അനേകരെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അപ്പോൾ അവൾ മരിക്കുമെന്ന് ഉറപ്പാക്കി നമ്മൾ എപ്പോഴാണ് കല്ല് തലയിൽ വീഴുന്നത് അങ്ങനെ ഈ സ്വരം കേട്ടപ്പോൾ തലയുയർന്ന് നോക്കി ഇല്ല 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 കർത്താവേ, ആരുമില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോവുക, ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. ഉള്ളം അറിയുന്നവനായ യേശു കുമ്പസാരക്കൂട്ടില് ഇതുകൊണ്ടാണ് നമ്മളോടും പറഞ്ഞത്. കുമ്പസാരക്കൂട്ടി നമ്മളോടും പറഞ്ഞത്, പോവുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. യുവർ സിൻസ് ആർ അബ്സോൾവ്ഡ്, ഗോ, ഡു നോട്ട് സിൻ എനിമോർ. നമ്മളെ അറിയുന്ന യേശുവിൻ്റെ സ്നേഹമാണ് പ്രിയമുള്ളവരെ. കണ്ണുകൊണ്ട് കാണുന്നതല്ല, ബാഹ്യമായ അല്ല, ഉള്ള ഹൃദയം കാണുന്ന ഒരു ദൈവമാണ് ഈശോ. ഇന്ന് സുവിശേഷത്തിൽ ഈ 72 പേര് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതാ ഇന്നത്തെ വായന 2 വചനം മുമ്പിൽ വായിക്കുകയാണ്. ലൂക്ക 10:17 പറയാണ്, 72 പേര് സന്തോഷം തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നു. യേശു നാമത്തിലാണ്, ഓർക്കുക, യേശു നാമത്തിലാണ്. ഇന്നലൊക്കെ ചിന്തിച്ചാണ്, മറ്റാരും രക്ഷയില്ല. ഇത് നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു, എല്ലാ ജാതി ജനതകൾക്ക്, ലോകത്തിലുള്ള സകല മതങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മനുഷ്യനാവുന്ന. അവനൊരു മതവും സ്ഥാപിച്ചിട്ടില്ല. അവൻ സ്ഥാപിച്ച ഒരു ജീവിതത്തിന്റെ വഴിയാണ്. വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, ക്ഷമയുടെ, നന്മയുടെ വഴി മാത്രമാണ് അവൻ സ്ഥാപിച്ചത്. പിന്നീട് അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികളെന്ന് ആരോ വിളിച്ചതാണ് ഇനി പേര് വന്നത്. ഇതൊരു ക്രിസ്തുവിന്റെ ജീവിത വഴിയാണ്, അവന്റെ വചനത്തിന്റെ വഴിയാണ്. നമ്മളത് അറിയണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെയല്ല. നമ്മൾ വേറെന്തോ ആണെന്ന് ധരിച്ചാണ്. നമ്മൾ ക്രിസ്തുവിന്റെ വഴിയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ അതിലാണ് പോകേണ്ടത്, ആ വഴിയാണ് നടക്കേണ്ടത്. യേശു നാമത്തിൽ പിശാചുക്കൾ കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ കാരണം നമുക്കറിയാം, വെളിപാട് 12 പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. യേശു സാത്താനെ കാൽവരിയിൽ പരാജയപ്പെടുത്തിയപ്പോൾ സാത്താന് സ്വർഗത്തിൽ ഇടമില്ലാതായി. സാത്താൻ പണ്ട് അങ്ങനെയാണ്. ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നത്, അങ്ങോട്ട് കയറിക്കൊണ്ടു സാത്താൻ ദൈവമക്കളെ, ഈ ഭൂമിയിൽ പാപം ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചുള്ള കുറ്റം പറയാനായിട്ട് സാത്താൻ അങ്ങോട്ട് കയറി ചെന്നു. കാരണം അതിനുള്ള വകയുണ്ട്. ദൈവത്തിന്റെ എല്ലാ മക്കളും പാപം ചെയ്യപ്പോൾ സാത്താൻ അത് അവരെ എന്റേതാണെന്ന് പറയാനായിട്ട് അങ്ങോട്ട് കയറി ചെന്നിരുന്നു. അങ്ങനെയാണ് എല്ലാവരും പാതാളത്തിലേക്ക് പൊക്കിരുന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ. യേശു കുരിശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ മിഖായേലും കൂട്ടരും സാത്താനോടും ദൂതന്മാരോടും പോരാടി. സാത്താനും ദൂതന്മാരും പരാജയപ്പെട്ടു. കാരണം യേശു സാത്താനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് വിശുദ്ധ മിഖായേലിന് അവന്റെ ദൂതന്മാർക്കും സാത്താനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. സാത്താൻ സ്വർഗത്തിൽ നിന്നും ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. യേശു പറയാണ്. അപ്പോസ്തലന്മാർ കണ്ടില്ല. എന്നിട്ട് യേശു പറഞ്ഞതാ, സാത്താന്റെ സകല പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷിക്കും. സ്വർഗത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയ ഈശോ നമ്മുടെ പേരിൽ ഒരു മുറി അവിടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സന്തോഷിക്കാനാണ് പറഞ്ഞു, നിത്യതയിലേക്ക്. ഇന്നത്തെ വായന, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുകയാണ്. അല്ലേ, ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്ക് പരിശുദ്ധാത്മാനം, ഞാനിങ്ങനെ ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ പറയും, യേശു ശരിക്കും ഭാഷാപരത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക എന്നവിടെ കരങ്ങൾ ഉയർത്തി അബ്ബാ റൂബഹാല മഹദാല യബദഹദോല ദ്യാദിരിയ അബ്ബാ. യേശുവിന്റെ ആത്മാവ് നമ്മുടെ ആദരം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ സാധാരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്. നമ്മുടെ ആത്മാവിന്റെ സ്വരമാണ് ഭാഷാവരം. നമ്മുടെ ആത്മാവ് സ്വതന്ത്രമായപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മുന്നിലേക്ക് വരികയാണ്. പാട്ട് പാടുമ്പോൾ അങ്ങനെയാണല്ലേ, എല്ലാവരും ഒതുങ്ങിയിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പാട്ടുകാർ മുമ്പിലേക്ക് വന്ന് പാടുന്ന പോലെ നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് അടക്കി വെക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഭാഷാവരം എന്ന് പറയുന്നത്. ഈശോ ആത്മാവിൽ ആനന്ദിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്ലിയ കൊർന്നേലിയോസിനെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വിജാതീയ റോമക്ക അല്ലെങ്കിൽ കൊർന്നേലിയോസിന്റെ വീട്ടുകാരോട് വചനം അറിയോ, റോമക്ക അവർ യഹൂദരൊന്നുമല്ല, അവരെല്ലാവരും അന്യഭാഷകൾ അവരെല്ലാം ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. പത്രോസ് അവരോട് വചനം പറഞ്ഞപ്പോൾ
അവരെല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞ മാമോദീസ സ്വീകരിച്ചിട്ട് പോലുമില്ല അവര് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏത് ജാതിയിൽപ്പെട്ടവനായാലും യേശുവിന്റെ ആത്മാവ് ഉള്ളിൽ വരാൻ ജീവിതം അടിയറ വെച്ചാൽ അവരും ദൈവകൃപയിലേക്ക് വരും. പ്രിയമുള്ളവരെ, പിന്നെ വേണമെങ്കിൽ മാമോദീസ സ്വീകരിക്കാം. വേണമെങ്കിൽ പത്രോസ് അതുകൊണ്ട് പറയാണ് ഇവർക്കും ജ്ഞാനസ്നാനം നിഷേധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം ഇവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കുകയാണ്. പിന്നീട് ഇത് പറഞ്ഞു വരുന്നത് വലിയൊരു ആത്മീയ സത്യമാണ്. അതായത് ലോകമെമ്പാടുമുള്ള സകല ജാതി ജനതകളെയും അവരുടെ ഉള്ളിലും ഈ ആത്മാവുണ്ട്. ക്രിസ്ത്യാനിയുടെ യഹൂദന്റെ ഉള്ളിലുള്ളതുപോലെ ആ ആത്മാവും ദൈവത്തിൽ നിറയാനായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ഇന്ന് സഭയുടെ നമ്മുടെയൊക്കെ ജോലി അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ പലരെയും നമ്മൾ ശത്രുക്കളെ കണ്ട് മാറ്റി നിർത്തുകയാണ്. നമുക്ക് സഹനമൊന്നും വേണ്ട. നമുക്ക് സ്വസ്ഥമായ കംപ്ലൈസൻസി, അതായത് ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറി പള്ളിയിൽ പോകണം, നമ്മൾക്ക് വീട്ടിൽ തിരിച്ചു വരണം, ആരും നമ്മളെ ഉപദ്രവിക്കാൻ പാടില്ല, ആരും നമ്മളെ കുറ്റം പറയാൻ പാടില്ല. ഇതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ആദിമസഭ റോമിൽ ചെന്നേക്കാണ് എത്രയോ രക്തസാക്ഷികൾ അല്ലെ, റോമൻ കൊളീസിയത്തിൽ എത്രയോ രക്തസാക്ഷികളാണ് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവൻ. അതിൽ രാജകും കുടുംബത്തിലുള്ളവരും പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് മാറിയ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ പുതിയ ആഗമന വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, ദൈവമേ എവിടെയാണ് ഞാനിനിയും മാറേണ്ടത്? നിനക്കൊരു കുറവുണ്ട് എന്ന് ഈശോ പറയാൻ, ദൈവമേ അത് കേൾക്കാനുള്ളൊരു ആത്മീയത കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ അല്ല. ദൈവമേ അങ്ങയുടെ ആത്മാവ് എന്നെ നയിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥന ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.